നമ്മളെല്ലാവരും വാഹനങ്ങൾ എടുക്കുന്ന യൂസ്ഡ് ആയാലും പുതിയ വാഹനങ്ങൾ എടുക്കും. അതിലെല്ലാവരും ചെയ്യുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇൻഷുറൻസ് IDV കുറച്ച് കാണിക്കും. ഈ കുറച്ച് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, ഇപ്പോൾ 2013 മൈക്ര ഈ വണ്ടി മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞ വണ്ടി. ആ സമയത്ത് ഈ വണ്ടിക്കുള്ള IDV എന്ന് പറയുന്ന ഇൻഷുറൻസ് വാല്യൂ ഉള്ളത് 1 ലക്ഷം രൂപയാണ്. ഈ വണ്ടി ടോട്ടൽ ലോസ് ആയതിന് നമ്മൾ സർവേയറോടും അതുപോലെ തന്നെ കസ്റ്റമറോടും സംസാരിച്ച് ഏകദേശം സെറ്റിൽമെൻറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇതിന് എസ്റ്റിമേറ്റ് വന്നിരുന്നു 1.5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വന്നിരുന്നു ഈ വണ്ടിക്ക്. ഈ വണ്ടി നമ്മൾ റിപ്പയറിങ് കംപ്ലീറ്റ് കഴിഞ്ഞത്, അതിനും കൂടെ അഡീഷണൽ ഇതിൻ്റെ AC-ൻ്റെ കൂളിംഗ് കോയിലും പോയിരുന്നു. അതുവരെ നമ്മൾ ചെയ്തത് ഏകദേശം 1,50,000 രൂപക്കാണ്. അതിൽ മാക്സിമം ഇൻഷുറൻസിൽ നിന്ന് വരുന്ന പൈസ നമ്മൾ വാങ്ങിക്കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും അഡീഷണൽ വേണ്ട സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, യൂസ്ഡ് സാധനങ്ങൾ എടുത്തിട്ട് ഈ കസ്റ്റമർക്ക് 1.5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് വന്ന വണ്ടി 1.5 നമ്മൾ തീർത്തു കൊടുത്തു. ഇൻഷുറൻസിൻ്റെ സർവേയറോട് ആ കാര്യങ്ങൾ സംസാരിച്ച് അതും ഡീലാക്കി ഇൻഷുറൻസിൽ നിന്ന് മാക്സിമം എമൗണ്ട് നമ്മൾ വാങ്ങിക്കൊടുത്തു. പക്ഷേ നമുക്ക് പറയാനുള്ളത്, ഇതുപോലത്തെ ഒരുപാട് വാഹനങ്ങൾ IDV കുറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഷോറൂമുകളിലും അതുപോലെ തന്നെ കമ്പനികളിലായാലും ലോക്കൽ വർക്ക്ഷോപ്പിലേക്ക് കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് IDV കുറവാണെങ്കിലും മാക്സിമം ഇൻഷുറൻസിൽ നിന്ന് വരുന്ന എമൗണ്ട് വാങ്ങിയിട്ട് നിങ്ങൾക്കത് റിപ്പയർ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ആക്കിത്തരാം. ബഡ്ജറ്റ് മോട്ടോഴ്സിനെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇൻഷുറൻസ് നമ്മൾ എപ്പോൾ ഇടുമ്പോഴും IDV മാർക്കറ്റ് വാല്യൂ 2013 വണ്ടി മൈക്രക്ക് ഏകദേശം എന്തായാലും ഒരു 4 ലക്ഷം രൂപ IDV മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അത് നമ്മൾ 1 ലക്ഷം രൂപയായിട്ട് കുറച്ച് കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കസ്റ്റമർ ഇത്രയും ആകെ സാഡ് ആവേണ്ട ഒരു കണ്ടീഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കഴിയുന്നവർ നമ്മൾ പുതിയ വാഹനങ്ങളായാലും പഴയ വാഹനങ്ങൾ എടുക്കുമ്പോൾ IDV കറക്റ്റാക്കി ഇടുക. അതുപോലെ തന്നെ അത് നമുക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനല്ല, അഥവാ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ കളവ് പോവുകയാണെങ്കിൽ ആ IDV വാല്യൂവിൻ്റെ ആ എമൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇപ്പോൾ 1 ലക്ഷം രൂപക്ക് നമ്മൾ ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ലാണ്ടെങ്കിൽ ഇൻഷുറൻസ് 1 ലക്ഷം രൂപ എടുത്തിട്ട് ഈ വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ലോസ് ആക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് വലിയ ലോസാണ്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. എപ്പോഴും IDV കറക്റ്റ് മാർക്കറ്റ് വാല്യൂ തന്നെ കാണിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.